ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആര്യസ് ക്യുസീൻ. അപ്പോൾ ഇന്ന് ഞാനും പാറും കൂടി ഒരു ക്രിസ്മസ് ഡെക്കോർ ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ക്രിസ്മസ് റീത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഇങ്ങനത്തെ ഗ്രീൻ കളറിൽ ഈ തോരണം പോലത്തെ സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. അതിനകത്ത് കുഞ്ഞു കുഞ്ഞു സ്റ്റാർസ് ഉള്ളതാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ഒരു ഹാങ്ങിങ്ങും വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഹാങ്ങിങ്ങിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 65 റുപ്പീസാണ്. അതേപോലെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 40 റുപ്പീസാണ്. ഇതിലത്തെ 2 പീസ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് പഴയതായിട്ടുള്ള ബെൽസും ഇങ്ങനെ മെറി ക്രിസ്മസ് എന്ന് എഴുതിയതും ഒക്കെയാണ്. അതൊക്കെ ഓൾറെഡി ഇളകിപ്പോയ സംഭവങ്ങളാണ്. ഇനി ഒരു കാർഡ്ബോർഡ് പീസ് എടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒരു അടപ്പ് വെച്ചിട്ട് നമുക്കൊരു സർക്കിൾ വരച്ചെടുക്കാം. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു സർക്കിൾ, അത്യാവശ്യം വലിയൊരു സർക്കിൾ വരച്ചെടുക്കാം. എന്നിട്ട് അതിൻ്റെ പുറമേ ആയിട്ട് ഒരു 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് നമുക്ക് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ വരച്ച ലൈൻ ദേ ഉള്ളിലുണ്ട്. ഇനി നമുക്ക് ആ ലൈനിൽ കൂടെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ലൈൻ വരച്ച സർക്കിൾ വരച്ചതിൻ്റെ 1 സെൻറ്റിമീറ്റർ വിട്ടിട്ട് പുറമേ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ലൈനിൽ കൂടെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനൊരു സർക്കിൾ കിട്ടും. ഇനി ഇതിൽ നമ്മളൊരു മാസ്കിംഗ് ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊന്ന് ബലമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഒടിഞ്ഞൊന്നും പാരിക്കാനാണ്. ഇല്ലെങ്കിൽ ഇതേപോലെ ഒരു സർക്കിളും കൂടെ, ഒരു റിങ്ങും കൂടെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഫെവിക്കോളോ മറ്റോ തേച്ചിട്ട് രണ്ടും കൂടെ ഒട്ടിച്ചെടുത്താലും മതി. അപ്പോൾ കുറച്ച് ബലത്തിൽ നിൽക്കും. ഇനി നമുക്കിത് ഈ ഒരു റിങ്ങിൽ ചുറ്റിയെടുക്കാം. അപ്പോൾ ഇതൊക്കെ പാറു തന്നെയാണ് ചെയ്തത്. പാറുവിൻ്റെ ഒരു ഐഡിയ ആയിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ ഏറ്റവും മുകളിലത്തെ ഭാഗം ജസ്റ്റ് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ചിട്ടൊന്ന് മാസ്കിംഗ് ടേപ്പ് വെച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഇളകിപ്പോയിരിക്കാൻ. ഇത് ഇളകത്തില്ല, ഇങ്ങനെ ചെറിയ കമ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഫോൾഡായിട്ടിരുന്നോളും. ഞാൻ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസ് ട്രീയുടെ ബോട്ടം പോർഷൻ ചെയ്തപ്പോഴും ഇതേപോലെ ഗ്രീൻ കളറിലെ സംഭവം വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ അന്ന് ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചിരുന്നത് ചെറിയ കമ്പിയിലാണ് വരുന്നത്. അപ്പോൾ അതിങ്ങനെ മടങ്ങി നന്നായിട്ട് അങ്ങ് ഇരുന്നോളും. ഇനി ഇതിങ്ങനെ ചുറ്റി എടുക്കാം. ഒട്ടും സ്പേസ് വിടാതെ തന്നെ ചുറ്റിയെടുക്കാം. 2 ഫുള്ളായിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് തന്നെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണം തീർന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമുക്ക് അവിടെ വെച്ചിട്ട്, അതായത് തീർന്നതിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് വെച്ചിട്ട് തന്നെ വീണ്ടും ചുറ്റിയെടുക്കാം. ഈ ഒരു എൻഡ് പോർഷൻ വരെ ചുറ്റി കൊണ്ടുവരാം. എന്നിട്ട് ഇനി നമ്മുടെ ഹാങ്ങിങ് ഉണ്ടല്ലോ, ഹാങ്ങിങ്ങിൽ നമുക്ക് ഇതേപോലെ ഒരു ഗോൾഡൻ ത്രെഡ് വെച്ചിട്ട് ഒന്ന് കെട്ടിയെടുക്കാം. നന്നായിട്ട് മുറുക്കി കെട്ടിയെടുക്കണം. 2 കെട്ടിട്ടിട്ടാണ് ഞാൻ കെട്ടിയെടുക്കുന്നത്. ഈ ഒരു ഹാങ്ങിങ് തന്നെ വേണം എന്നില്ല. ഇതേപോലത്തെ ബെൽസ് വരുന്നതോ അല്ലെ ബോ ആയിട്ടുള്ളതോ, ബോ ഒക്കെയാണ് നമുക്ക് ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇനി നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഒട്ടിച്ച ആ ഭാഗത്ത് ഞാൻ പശ തേച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് പ്രസ് ചെയ്തൊന്ന് ഒട്ടിച്ചെടുക്കാം. അതിന് ശേഷം നമ്മൾ ഈ ഒരു ത്രെഡ് വെച്ചിട്ട് കെട്ടിയല്ലോ, അപ്പോൾ അത് ഒന്ന് ചുറ്റിച്ച് കൊണ്ടുവന്ന്, ആ റിങ്ങിനെ ചുറ്റിച്ച് കൊണ്ടുവന്ന് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് കെട്ടി വെക്കുക. അപ്പം നല്ല ബലത്തേയിരിക്കും. എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള ഈ തോരണം ഈ ഹാങ്ങിങ്ങിനകത്തൂടെ ചുറ്റിയെടുക്കാം. അതായത് ഇത് വിട്ടു പോകാത്ത രീതിയിൽ നല്ലതായിട്ട് നമ്മൾ ചുറ്റിയെടുക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ റീത്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പം കുറച്ച് ഫാസ്റ്റ് ആക്കി പണി, കാരണം ലച്ചു ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെല്ലാം പിടിക്കാനും പിച്ചി ഇളക്കാനും ഒക്കെ തുടങ്ങി. ഇനി നമ്മൾ കൂടുതൽ ഡെക്കറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ 2 മെറി ക്രിസ്മസ് എന്ന് എഴുതിയ ചെറിയ ഇതുണ്ട്, അത് ജസ്റ്റ് ഒന്ന് 2 സൈഡിലായിട്ട് ഒട്ടിച്ചു വെക്കുകയാണ്. സോ ഇത്രേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ റീത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഹാങ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പോർഷനിൽ നൂല് കെട്ടിയിട്ട് ഡോറിൻ്റെ മുകളിൽ കൂടെ അകത്തേക്ക് കൊണ്ടുവന്ന് കെട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് റീത്ത് റെഡി ആയിട്ടുണ്ട്. ഞങ്ങളിത് ഡോറിൽ ഹാങ് ചെയ്തു. ഡോറിൽ ഒട്ടിച്ചോ അങ്ങനെയൊന്നും അല്ല വെച്ചേക്കുന്നത്. ജസ്റ്റ് നൂല് കെട്ട് സെൻറ്റർ പോർഷനിൽ, അതായത് നമ്മുടെ ഹാങ്ങിങ് ഇട്ട പോർഷനിൽ ബ്രൗൺ കളറിലെ നൂല് കെട്ടിയിട്ട് ആ നൂല് മുകളിലേക്ക് കൊണ്ടുവന്നിട്ട് അകത്തൂടെ നമ്മുടെ ഡോറിൻ്റെ ഹാൻഡിലിൽ കെട്ടി വെച്ചേക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആര്യസ് ക്യുസീൻ.